ഈ ഹുണ്ടായി i10 കാറിൽ AC വർക്ക് ചെയ്യുന്നുണ്ട്, കൂളിംഗ് ഉണ്ട്. പക്ഷേ ത്രോ കുറവാണ്, ബ്ലോവറിൻ്റെ എയർ ത്രോ കുറവാണ്. എയർ ഫ്രീ ആയിട്ട് പുറത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് പുറകിലേക്കൊന്നും നമുക്ക് AC നല്ല കൂളിംഗ് കിട്ടില്ല. അപ്പം മിക്കവാറും ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോഴും അതുപോലെ AC കൂളിംഗ് കോയിൽ ബ്ലോക്ക് ആകുമ്പോഴൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറ്. ഫിൽറ്റർ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഫിൽറ്റർ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഫിൽറ്റർ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഗ്ലോ ബോക്സ് ലിഡിൻ്റെ ഡോറ് തുറന്നിട്ട് അതിനകത്താണ് നമുക്ക് ഫിൽറ്റർ വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നെറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് നെറ്റ്. അത് ലെഫ്റ്റിലേക്ക് തിരിച്ച് അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. ആ നെറ്റും നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിച്ച് അഴിച്ചെടുക്കാം. എന്നിട്ട് ഗ്ലോ ബോക്സിൻ്റെ കവർ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ താഴേക്ക് വരും. അപ്പോൾ നമുക്ക് കൂളിംഗ് കോയിലിൻ്റെ അകത്ത് ഇരിക്കുന്ന ഫിൽറ്റർ അഴിച്ചെടുക്കാൻ സാധിക്കും. കൂളിംഗ് കോയിലിൻ്റെ കേസിന് പുറത്ത് കാണുന്ന ഫിൽറ്ററിൻ്റെ കവറ് രണ്ട് സൈഡും 2 ക്ലിപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് അഴിച്ചെടുക്കാം. ഫിൽറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു നോബ് കാണാം. ആ നോബ് നമുക്ക് ഫിൽറ്റർ ഈസി ആയിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേ പിടിച്ച് നമുക്ക് ഫിൽറ്റർ പുറത്തേക്ക് എടുക്കാം. നല്ലവണ്ണം അഴുക്കുണ്ട്, ഫിൽറ്റർ മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ടാണ് എയർ നമുക്ക് അകത്തേക്ക് കിട്ടാത്തത്, AC കൂളിംഗ് നല്ലവണ്ണം കിട്ടാത്തത്. ഇതുപോലെ അഴുക്ക് നിറഞ്ഞു കിടന്നാൽ ഫംഗസ്, അതുപോലെ ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ കഴിവതും ഇങ്ങനെയുള്ള ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനേക്കാളും മാറ്റുക നല്ലത്. നമുക്ക് ഈ ഫിൽറ്റർ പുതിയതെടുക്കാം. ഉണ്ടായ ജെനുവിൻ AC ഫിൽറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഫിൽറ്റർ വ്യത്യാസം നമുക്ക് കാണാം, പഴയതും പുതിയതും. ഫിൽറ്റർ എത്ര ക്ലിയർ ആയിരിക്കുന്നു കണ്ടില്ലേ? പുതിയത്, പഴയത് മൊത്തം ബ്ലോക്കായിരിക്കും, നെറ്റ് മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. ഇത്തരത്തിലൊക്കെ ഫിൽറ്റർ കിടന്നാൽ നമുക്ക് വണ്ടിക്കകത്ത് നമുക്ക് നല്ലവണ്ണം ശ്വസിക്കുമ്പോൾ നമുക്ക് നല്ല പ്രോബ്ലം ഉണ്ടാവും. നമുക്കിനി പുതിയ ഫിൽറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ അഴിച്ചെടുത്ത ക്യാബിനിൽ ഇതിനകത്ത് ഡയറക്ഷൻ ഉണ്ട്, അപ്പം എഴുതിയിട്ടുണ്ടാവും. ആരോ താഴോട്ട് വെച്ചിട്ട് സെൻറ്ററിലെ ആ പ്ലാസ്റ്റിക് കഷ്ണം സെൻറ്ററിൽ പിടിച്ചിട്ട് നമുക്ക് അതോട്ട് പ്രസ് ചെയ്ത് കയറ്റാം. ഇതൊരു ട്രേ പോലെയാണ് ഫിൽറ്റർ ഇരിക്കുന്നത്, നമുക്ക് കാണാം. ക്യാബിനകത്തേക്ക് നമുക്ക് ഫിൽറ്റർ ഇറക്കി വെക്കാം. അതിനുശേഷം പുറമേ കാണുന്ന ലോക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫിൽറ്റർ ക്ലോസ് ചെയ്ത് വെക്കുന്ന ഈ ഡോറിൽ നടുഭാഗത്തായിട്ട് ഒരു സ്ക്വയറിലൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. കാരണം ഫിൽറ്ററിൻ്റെ നോബ് കറക്റ്റായിട്ട് അതിനകത്ത് സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പേസ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആ ഫിൽറ്ററിൻ്റെ ആ സ്പേസ് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ വെച്ചിട്ട് 2 സൈഡും നമുക്ക് ലോക്ക് ചെയ്യാം. നമുക്ക് തിരിച്ച് ഡോർ പിടിപ്പിക്കാം. 2 സൈഡിലും കാണുന്ന പ്ലാസ്റ്റിക് നട്ട് തിരിച്ച് പിടിപ്പിക്കാം. നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ നെറ്റ് അവിടെ ലോക്കായിരുന്നോളും. വലതുവശത്തെ നെറ്റും അതുപോലെ തന്നെ ഇടതുവശത്തെ നെറ്റും നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് AC സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം ആ ബ്ലോക്ക് മാറിയപ്പോഴത്തേക്കും നല്ല ബ്ലോവറിൽ കൂടെ എയർ നല്ലവണ്ണം അകത്തോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നല്ല കൂളിങ്ങും കിട്ടുന്നുണ്ട്. ഇനിയിപ്പം പുറകിരിക്കുന്ന പാസഞ്ചർക്ക് നല്ല കൂളിംഗ് കിട്ടുന്നതാണ്. ഇതുപോലെയാണ് നമ്മൾ ACയുടെ ഫിൽറ്റർ അഴിച്ച് മാറ്റുന്നത്. ഇനി നമുക്ക് റിറ്റ്സ് കാറിലും കൂടെ നോക്കാം. ഇത് റിറ്റ്സ് കാറാണ്. ഇതിനകത്ത് ജസ്റ്റ് എങ്ങനെയാണ് ഡാഷ്ബോർഡിൻ്റെ ലിഡ് അഴിച്ചിട്ട് ഫിൽറ്റർ പുറത്തേക്ക് എടുത്തെന്ന് നോക്കാം. ഡാഷ്ബോർഡ് ലിഡിൻ്റെ താഴെ കാണുന്ന 2 സൈഡിൽ ലോക്ക് വരുന്നുണ്ട്. ആ മുകളിലേക്ക് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോർ അഴിഞ്ഞു വരുന്നതാണ്. 2 സൈഡും കാണുന്ന ലോക്ക് വലിച്ചരിച്ച ശേഷം ഡോർ താഴെ വെക്കാം. എന്നിട്ട് കൂളിംഗ് കോയിലിൻ്റെ അടിവശത്താണ് ഫിൽറ്റർ വരുന്നത്. അതിനായിട്ട് നമുക്ക് ഫിൽറ്റർ ക്യാപ്പ് ലോക്കിൽ നിന്ന് അഴിച്ചെടുക്കാം. ഫിൽറ്റർ ക്യാപ്പ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫിൽറ്റർ നമുക്ക് താഴേക്ക് വലിച്ചെടുക്കാം. ഇതാണ് എൻ്റെ AC ഫിൽറ്റർ. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ പൊടിയേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് കംപ്രസർ എയർ ഉപയോഗിച്ച്
ക്ലീൻ ചെയ്ത് തിരിച്ചു പിടിപ്പിച്ചാൽ മതി. പല പ്രശ്നങ്ങളൊന്നുമില്ല, മാറേണ്ട ആവശ്യമില്ല. ഹോണ്ട സിറ്റിയുടെ ഫിൽറ്റർ എങ്ങനെയാണ് അഴിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഹോണ്ട സിറ്റി ID Tech Type 7 മോഡലാണ്. ഇതിനകത്ത് AC ഫിൽറ്റർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ ഡാഷ്ബോർഡിൻ്റെ ഡോറ് താഴോട്ടെടുത്തിട്ട് 2 സൈഡിലാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. നമ്മൾ സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് റിലീസാവും. എന്നിട്ട് നമുക്കിതിനകത്ത് ഡയറക്ഷൻ കാണാം. അപ്പെന്ന് കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് ആരോ കൊടുത്തിട്ടുണ്ട്, മേൽവശത്ത് ഡയറക്ഷൻ. നമുക്ക് ആ ലോക്ക് വിടിയിച്ചിട്ട് ഫിൽറ്റർ പുറത്തേക്ക് എടുക്കാം. ഈ ഫിൽറ്ററിലും നല്ലവണ്ണം അഴുക്കുണ്ട്. കൂടുതൽ പൊടിയുള്ളതുകൊണ്ട് നമുക്ക് ഫിൽറ്റർ മാറ്റാം. നമ്മൾ പുതിയ AC ഫിൽറ്റർ എടുത്തിട്ടുണ്ട്, ക്യാബിൻ ഫിൽറ്റർ. അപ്പോൾ നമുക്കതിന് വ്യത്യാസം കാണാൻ പറ്റും, പഴയ ഫിൽറ്ററും പുതിയ ഫിൽറ്ററും. പുതിയ ഫിൽറ്റർ നല്ല തെളിഞ്ഞ് നടക്കുന്നുണ്ട്. പഴയ ഫിൽറ്റർ മൊത്തം അഴുക്ക് കയറി ബ്ലോക്കായിരിക്കുകയാണ്. ഇനി നമുക്ക് ക്യാബിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഫിൽറ്റർ വയ്ക്കുമ്പോൾ അതിനകത്ത് ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ആ ഡയറക്ഷൻ ആരോ മാർക്ക് നോക്കി കറക്റ്റായിട്ട് വേണം വെക്കാനായിട്ട്. എയർ ഫ്ലോ താഴേക്കാണ്, മുകളിൽ നിന്ന് താഴേക്കാണ് എയർ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷൻ അതിനകത്ത് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, താഴേക്കാണ് എയർ വരുന്നത്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ക്യാബിനകത്തോട്ട് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് താഴേക്ക് വരുന്ന രീതിയിൽ അതോട്ട് പ്രസ് ചെയ്ത് കയറ്റി വെച്ചിട്ട് നമുക്ക് കേസിൻ്റെ കവർ ഫിക്സ് ചെയ്യാം. അതിനകത്ത് കാണാം അപ്പെന്നുള്ള ഡയറക്ഷൻ മുകളിൽ വരുന്ന രീതിയിൽ ക്യാപ്പ് വെച്ച് നമുക്ക് 2 സൈഡും ആ ക്ലിപ്പ് ലോക്ക് ചെയ്യാം. AC ക്യാബിൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഡോറ് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അകവശത്തേക്ക് ഉള്ളിലേക്ക് ലോക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പഴയ സീറ്റിങ്ങിൽ ചെന്ന് സീറ്റിംഗ് ആവും. ഇനി ഒന്ന് ഡോറ് ക്ലോസ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ക്ലോസ് ആവുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. AC ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാം നല്ല ത്രോ ഉണ്ട്. ഫിൽറ്റർ മാറ്റിയപ്പോഴത്തേക്കും ACയുടെ ബ്ലോവർ എയർ നല്ലവണ്ണം അകത്തേക്ക് വരുന്നുണ്ട്, നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് AC ഫിൽറ്റർ മാറുന്നത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.